ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം എങ്ങനെയായി തീരുമെന്നാണ്. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കേ, ഓക്കേ, കാണുന്നുണ്ടല്ലോ അല്ലേ? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെയായി തീരും? ഓക്കെ, നൈസ്. തേർഡ് പാർട്ടി എൻ്റെ അമ്മോ, കൊള്ളാം, നൈസ്. നമ്മൾ ഈ 8ന്റെ പണി എന്നൊക്കെ പറയില്ലേ, 8ന്റെ പണി, 16ന്റെ പണി. ഇത് 8ന്റെ പണി എന്ന് പറയാൻ പറ്റില്ല, ഇത് 100ന്റെ പണി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. 8ന്റെ പണി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, അതായത് ഒരുപാട് കാര്യങ്ങൾ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല പരിപാടികളും ഞാൻ നടത്തിത്തരാം. പൈസ സംബന്ധമായിട്ടുള്ള ഇടപാടുകളാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വഴികൾ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു എന്താ പറയാ, ഞാനാണ് നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള വ്യക്തി. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ ആരുമല്ല. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് പണസംബന്ധമായിട്ടുള്ള നഷ്ടം വരുത്തും, സ്നേഹസംബന്ധമായിട്ടുള്ള നഷ്ടം വരുത്തും. നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കൂടിയ ഒരാളാണ് ഈ തേർഡ് പാർട്ടി. ഓക്കെ, പക്ഷെ അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനുള്ള ഒരു സ്ട്രെങ്ത്. ഇതിപ്പോ ചില ആളുകൾ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡ് വെക്കുന്ന ആളുകളാണ്, നിർബന്ധ ബുദ്ധിക്കാരെന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾക്ക് ഇപ്പൊ ഒരാളോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അത് ദൈവത്തിന്റെ അടുത്ത് സമർപ്പിക്കും, ചില ആളുകൾ അത് വെറുതെ വിടും, ചില ആളുകൾ അതിന് പകരം വീട്ടും. ഇത് ഇത്തിരി പകരം വീട്ടുന്ന കൂട്ടത്തിലുള്ള തേർഡ് പാർട്ടിയാണ്. അവരാദ്യമൊക്കെ നല്ല രീതിക്കുള്ള സ്നേഹമയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഈ പേഴ്സണ് ഏകദേശം അവരുടെ ട്രാക്കിലോട്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വരുതിയിൽ വന്നു എന്ന് മനസ്സിലായി. ആ വരുതിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത കേസാവും. ഒരു ട്രാപ്പായി, മനസ്സിലായോ? ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പോലെയായിരുന്നു. അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയാണ്, ഇയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഇയാളുടെ കാര്യത്തിന്, ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു പല പരിപാടികളും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് കൂടിയതെന്ന് നിങ്ങളുടെ പേഴ്സന് കാലക്രമേണ മനസ്സിലാവും. ഇത് ഒരുപാട് കാലങ്ങളൊന്നും എടുക്കൊന്നുമില്ല, മനസ്സിലായോ? കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള തേർഡ് പാർട്ടി ഉണ്ട്. ഇപ്പൊ ഇത് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ ഇതിൻ്റെ അകത്ത് അതായത് ഇവര് പറയുന്നത് കേൾക്കുക, ഇവര് പറയുന്നതിനപ്പുറം പോവാതിരിക്കുക. ഇവര് കുറച്ച് ആളുകളെ കാണിച്ച് കൊടുക്കും, അവരെ മാത്രം സ്നേഹിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ വരച്ച വരയിൽ നിർത്തുമെന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ലക്ഷ്മണ രേഖയും വേണം വരച്ച വരയിൽ നിർത്താൻ.
അങ്ങനെയൊക്കെയുള്ള തേർഡ് പാർട്ടി ആയത്. കാരണം അങ്ങനെ നിർത്തുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഇവർക്ക് മനസ്സിൽ ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് ഈ പേഴ്സൺ പോകുന്നതോ സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ അവരെ സഹായിക്കുന്നതോ ഒന്നും ഇഷ്ടപ്പെടില്ല. കാരണം പെട്ടൊന്ന് മുറി രണ്ട് അങ്ങനെയുള്ള സ്വഭാവമാണ്. മെയിലാണെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് അങ്ങനെയുള്ള ആളുകളെ പരിചയമുണ്ട്, അവർക്ക് അങ്ങനെയുള്ള എന്താണ് ഇപ്പൊ ഇവർക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതുപോലെയുള്ള ആളുകളുമായിട്ട് ചങ്ങാത്തം, കൂട്ടുകെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ട്. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഇവര് നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അങ്ങേയറ്റം 916 ഹോൾമാർക്ക്ഡ് ഗോൾഡ് ആണ്, ഭയങ്കര പ്രഷ്യസ് ആണ്, അമൂല്യമാണ്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്നുമല്ല. മനസ്സിലായോ? അത് പോകെ പോകെയാണ് മനസ്സിലായിക്കൊണ്ടുവരുന്നത്. കാരണം ഇവർക്ക് അതായത് ഇവർക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സ്പോട്ടിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് അധിക നാൾ പോകുന്ന ഒരു വണ്ടിയല്ല. ഈ വണ്ടി അധിക നാൾ പോകില്ല. ഇപ്പൊ ഈ തേർഡ് പാർട്ടീനെ കല്യാണം കഴിച്ചാലും അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ലവർ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ തേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇത് അധിക നാൾ പോകില്ല. മനസ്സിലായോ? ഇപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ പാരന്റ്സ് ഇപ്പൊ മക്കളോട് മക്കളുടേതായിട്ടുള്ള നല്ല രീതിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ പാരന്റ്സിനുമാണ് ദോഷം ചെയ്യുന്നത്. പാരന്റ്സിൻ്റെതായിട്ടുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ജീവിതം താറുമാറാക്കരുത്. അല്ലാതെ നമ്മള് അത് മക്കളായി അവരുടെ കാര്യങ്ങളായി അവർ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള പരിപാടികളും ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും ചിന്തിക്കരുത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോകെ 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 ഇവര് ഓൾറെഡി നിങ്ങളുടെ അടുത്തുനിന്ന് അകറ്റി നിർത്തി, അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രഭാവലയം ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് അകറ്റി നിർത്തി. നല്ല രീതിക്ക് ഇവരെ അകറ്റി നിർത്തി. ഇനിയിപ്പൊ ഇവര് തേർഡ് പാർട്ടിയുടെ അടുത്ത് സെൽഫ് ഡിഫെൻസ് വെച്ചാലും അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ തേർഡ് പാർട്ടിയുടെ അടുത്ത് സെൽഫ് ഡിഫെൻസ് വെച്ചാലും പല കാര്യങ്ങളും എന്താ പറയാ, ഒരു ട്രാപ്പിൽ എന്ന പോലെ അകപ്പെട്ടു പോയി. ഇവര് പോകെ പോകെ മനസ്സിലാക്കും ഇത് എൻ്റെ അടുത്തുനിന്ന് പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ധനസമ്പാദനം നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഈ തേർഡ് പാർട്ടി കൂടിയതെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധം അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു മോശപ്പെട്ടുള്ള രീതിയിലുള്ള ബന്ധമാണെന്നുള്ളത് കൊണ്ട് ഈ ഒരു ബന്ധം അവസാനിക്കും. ഡെത്ത് കാർഡാണ് കാണുന്നത്. എങ്ങനെയാണ് അവസാനിക്കുന്നത്? കാരണം നമ്മള് ഈ ചതിക്ക് ചതി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, ചതിക്ക് ചതി, വഞ്ചനയ്ക്ക് വഞ്ചന, അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ. നമ്മളിപ്പോ ഒരാളുടെ തൊഴിലിനെ ബുദ്ധിമുട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ മാനസികാരോഗ്യത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഒരു കുടുംബം തകർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ പരിപാടികളിലൊക്കെ ഏർപ്പെടുക. അപ്പൊ അതിനുള്ള ഉത്തരം നമ്മളതിന് ബലഹീനരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്ക് കാലം കണക്ക് ചോദിക്കും, പ്രപഞ്ചം അതിനൊരു കണക്ക് ചോദിക്കും. ഒരിക്കലും നമ്മൾ ഒരാളുടെ മാനസികാരോഗ്യത്തിന് തടസ്സം നിർത്തരുത്, ഒരാളുടെ തൊഴില്, അന്നം, അങ്ങനെയുള്ള കാര്യത്തിന് തടസ്സം വെക്കരുത്. കാരണം ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പൊ അതിന് കാലം കണക്ക് ചോദിക്കും. കാലനല്ല, കാലം. ഓക്കെ, പക്ഷെ ഇത് കുറെ വൈകി. നിങ്ങളുടെ പേഴ്സന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അമൂല്യ നിധി, അത് നിധിയല്ല, അത് വെറും ഒരു കാര്യമാണ് എന്നത് വളരെ വൈകി മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. മനസ്സിലായോ? കാരണം അത്
എത്രത്തോളം ഒരു വ്യക്തി വിഷമിക്കാൻ പറ്റുമോ, എത്രത്തോളം ഒരു വ്യക്തി മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പറ്റുമോ, അത് ഈ പേഴ്സൺ, ഇത് ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കും. എന്താ പറയുക, കാണുന്നുണ്ടല്ലോ അല്ലേ? അതാണ് അതിന്റെ. ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമ്മൾ കാർഡ് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ദൈവത്തിനെ മറികടന്ന്, യൂണിവേഴ്സിനെ മറികടന്ന് ഇനി ഒരു കാര്യം എടുക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് ഒരു, നമ്മൾ ഈ എന്താ പറയാ, നമ്മളുടെ കണ്ണീരിനൊരു പ്രതിഫലം കിട്ടും. അത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇന്ന് അനുഭവിച്ച് നാളെ രാവിലെ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അനുഭവിച്ച് ഇന്ന് വൈകുന്നേരം കിട്ടുന്ന ഒരു പരിപാടിയൊന്നുമല്ല. നമ്മൾക്കുള്ളത് നമ്മളുടെ ഒരു മാനസിക സമ്മർദ്ദവും നമ്മളുടെ ഒരു തുള്ളി കണ്ണുനീരാണെന്നുണ്ടെങ്കിലും എല്ലാം അത് ദൈവം കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന പ്രപഞ്ചശക്തി കാണുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്ന, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് ദൈവം കൊടുക്കുന്ന കാര്യങ്ങളാണ്, യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഹാർട്ട് ബ്രേക്ക്, ജസ്റ്റിസ്, നമുക്ക് എല്ലാ കാര്യങ്ങളെക്കാളും മുകളിൽ ഒരു കോടതി ഉണ്ടല്ലോ, ദൈവത്തിന്റെ കോടതി. അവിടെ നിന്നാണ് അതിന്റെ പരിപാടിയൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ചെയ്ത റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായി തീരുമെന്നാണ്. എങ്ങനെയായി തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രപഞ്ചം ഏറ്റെടുക്കും, യൂണിവേഴ്സ് ഏറ്റെടുക്കും. അതാണ് അതിന്റെ റിസൾട്ട്. നമുക്ക് ഒരു കാര്യം കൂടി, ഞാൻ കൊടുത്തോളാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പരിപാടി ചെയ്തോളാം. വൈസ് ഡിസിഷൻ. വൈസ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു ദേഷ്യം വന്നിരിക്കുമ്പോഴോ ഒരു വ്യക്തത ഇല്ലാതെയോ ക്ലാരിറ്റി ഇല്ലായ്മയിലോ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ഒരു ചെറിയ ചെറിയ മുറിയറിവുകൾ വെച്ചിട്ടോ ഒന്നും കാര്യങ്ങൾ തീരുമാനിക്കരുത്. വ്യക്തതയോടുകൂടി കാര്യങ്ങളൊക്കെ ഒരു വിശകലനം ചെയ്ത് ദേഷ്യത്തിന്റെ പുറത്തും അല്ലാതെ വൈരാഗ്യത്തിന്റെ പുറത്തും തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. നല്ല രീതിക്ക് ചിന്തിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുക. കാരണം ചില ആളുകൾ ഒരു ദേഷ്യത്തിന്റെ പുറത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അതിൻ്റെ ഒന്നും ഇതിൽ ആവശ്യമില്ല. ഒരു മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ മാത്രം തീരുമാനം എടുക്കുക. അതിന് പറ്റുന്ന ആളുകളെ സമീപിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള, നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന് തോന്നുന്നവരെ മാത്രം നിങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുക. അല്ലാത്തവര് നമ്മളെ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാവരും നിങ്ങളെ നിങ്ങൾക്ക് വിശ്വാസം, അത് നിങ്ങളുടെ ഒരു കാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ മറ്റുള്ളവരും നിങ്ങളെ വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കാത്തുരക്ഷിക്കൂ. നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞു, അത് ലോകം മുഴുവനും പറഞ്ഞു വരുത്തി നിങ്ങൾക്കത് ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങളറിയില്ല, ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.